ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിട്ട കടലക്കറിയും പിന്നെ 2 സ്പെഷ്യൽ വെറൈറ്റി കിഴികളുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തിന് കടലക്കറിക്ക് ആവശ്യമായ 2 സവാളയും 1 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കടല എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണേൽ കറുത്ത കടലയും യൂസ് ചെയ്യാം. 1 ഗ്ലാസ് കടലയാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയുടെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായി ഒരു കടായി വയ്ക്കുക. ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം അത് ചൂടായതിന് ശേഷം നമ്മുടെ ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആയതിനു ശേഷം നമ്മുടെ തക്കാളി, അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയതിനു ശേഷം ഇതിലൊരു 1/4 ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു ജാറിലോ 1/4 ഭാഗം എടുത്ത് മാറ്റുക ഒരു ജാറിലോട്ട്. അത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതിലോട്ട് പെരിഞ്ജീരകം വറുത്തതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അരച്ചെടുക്കാം. ഇനി ബാക്കി സവാള നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യാം. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തതിന് അതിൻ്റെ പച്ചമുളകൊക്കെ പോയ ശേഷം നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. ഇവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം പോണതുവരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന സവാളയും തക്കാളിയും കൂടെ ഉള്ളത് പേസ്റ്റ് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോണത് വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ആയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കടല വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ഒന്നെങ്കിൽ ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്, തേങ്ങാപ്പാൽ പിരിയും. കടലക്കറി റെഡിയായി. നമ്മൾ കടലക്കറികൾ കഴിക്കാനായിട്ട് പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊറോട്ട ഉണ്ടാക്കിയ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് പൊറോട്ട കിഴി ഉണ്ടാക്കാം. ഞാനിപ്പോൾ വാഴയില നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊറോട്ട 2 വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കിഴിയാക്കി കെട്ടിവെക്കുക. ഇതുപോലെ കെട്ടിവെക്കുക.
അതിനുശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പാത്രത്തിലോട്ട് വയ്ക്കുക, സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലോട്ട് വയ്ക്കുക. നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതൊരു പരീക്ഷണമാണ്. പുട്ടിൻ്റെ കിഴിയാണ് ഉണ്ടാക്കുന്നത്. പുട്ടിൻ്റെ വീഡിയോ ഓൾറെഡി നേരത്തെ ഇട്ടായിരുന്നു, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും ഇതുപോലെ തന്നെ പുട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ കിഴി ഉണ്ടാക്കുക. നമ്മുടെ കിഴിപ്പുട്ടും കൂടെ സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സ്റ്റീം ചെയ്യാം. മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. കിഴിപ്പുട്ടും കിഴി പൊറോട്ടയും. നമുക്കിനി ഇത് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. തുറപ്പാണ്. തുറക്കുമ്പോഴൊരു നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ വാഴയിലയുടെയും കറിയുടെ മസാലയുടെയും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ട്, കാണുക. ഇപ്പോൾ പൊറോട്ടയുടെയും പുട്ടിൻ്റെയും വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ലിങ്ക് അത് കാണാം.